നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാമ്പിനാണല്ലോ പാല് കൊടുത്തത് എന്നോർത്ത് വിഷമിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ വരെ അമേരിക്കൻ പ്രസിഡന്റിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു പാകിസ്ഥാനിലെ ചീഫ് മാർഷൽ അസിം മുനീർ. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ട്രംപ് ഭരണകൂടത്തിന് ബാധ്യതയാകാനുള്ള സാധ്യതയുണ്ട് എന്നിപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ്. US ഇൻ്റലിജൻസ് ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപിന് നൽകിയിരിക്കുന്നത്. അസിം മുനീറിനെ സൂക്ഷിക്കണം. അമേരിക്കൻ ഇറാൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ചർച്ചകൾക്ക് മേൽനോട്ടമൊരുക്കുന്നത് അസിം മുനീറും. അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന വെടിവെപ്പ് നടത്തിയിരുന്നു. ഇതിനു പിന്നിലും അസിം മുനീറിൻ്റെ കാഞ്ഞ ബുദ്ധിയുണ്ടോ എന്ന് ഇന്ത്യ സംശയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. ഇറാൻ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ടായിരിക്കുമെന്നാണ് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുക്കും എന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിന് തൊട്ടുപിന്നാലെ യാത്ര തിരിച്ച 2 ഇന്ത്യൻ എണ്ണ വെസലുകൾക്ക് നേരെയാണ് ഇന്നലെ ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റ് ആക്രമണം നടത്തിയത്. ഇറാൻ ഭരണകൂടവും IRGCക്കും ഇടയിൽ വലിയ ആഭ്യന്തര തർക്കമുണ്ട്. ഇത് മുതലെടുത്ത് ഒരുപക്ഷെ പാകിസ്ഥാൻ തന്നെയാവാം ഇന്ത്യക്കെതിരെയുള്ള വെടിവെപ്പിന് IRGCയെ പ്രേരിപ്പിച്ചത്. മറുവശത്ത് ഇസ്ലാമാബാദിൽ തിങ്കളാഴ്ച നടക്കാനിരുന്ന അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ച റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള സാധ്യത മങ്ങി എന്നാണ് ഇറാൻ പോലും പറയുന്നത്. ഒരു സമാധാന കരാർ അകലെയെന്ന് ഇറാൻ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് തൊട്ടുപിന്നാലെ ബുധനാഴ്ച വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ തങ്ങൾ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന് അമേരിക്ക പറയുന്നു. യുദ്ധത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് അമേരിക്കയോട് തുടർച്ചയായി പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെ മധ്യസ്ഥ നീക്കങ്ങളെ ഇപ്പോൾ സംശയത്തോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ഇറാൻ സൈനിക ഉന്നതരുമായി അസിം മുനീറിന്റെ ദീർഘകാല ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ US ഇൻ്റലിജൻസ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അസിം മുനീർ ട്രംപ് ഭരണകൂടത്തിന് വലിയ തലവേദനയായി മാറുമെന്നാണ് US ഇൻ്റലിജൻസ് പറയുന്നത്. അസിം മുനീറിനെ ട്രംപ് ഭരണകൂടത്തിന് നേർക്കുള്ള റെഡ് ഫ്ലാഗ് എന്നാണ് US ഇൻ്റലിജൻസ് വിശേഷിപ്പിക്കുന്നത്. ഫോക്സ് ന്യൂസ് വിശദമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. വധിക്കപ്പെട്ട ഖുദ്സ് ഫോഴ്സ് കമാൻഡർ കാസിം സുലൈമാനി, IRGC കമാൻഡർ ഹൊസൈൻ സലാമി തുടങ്ങി നിരവധി ഇറാനിയൻ ഉന്നതരുമായി അസിം മുനീറിന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. വിരമിച്ച പാകിസ്ഥാൻ ജനറൽ അഹമ്മദ് സയീദിനെ ഉദ്ധരിച്ചാണ് ഫോക്സ് ന്യൂസ് ഇക്കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഫീൽഡ് മാർഷൽ എന്നാണ് മുനീറിനെ ട്രംപ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. അസിം മുനീറിന്റെ നിലപാട് ചിലപ്പോൾ US താൽപ്പര്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നു. ഇറാന് മുന്നിൽ ഒരുപക്ഷെ ട്രംപിനെ മുട്ടുകുത്തിക്കുകയാവും അസിം മുനീറിന്റെ ലക്ഷ്യം. ഈ ചതിക്കണിയിൽ വീഴരുത് എന്നും US ഇൻ്റലിജൻസിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനെ വഞ്ചകരായ സഖ്യരാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അവർക്ക് ഇറാനുമായുള്ള അടുത്ത ബന്ധം സുരക്ഷാ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. US സഹായം സ്വീകരിച്ചുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പാകിസ്ഥാൻ പിന്തുണച്ചത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒസാമ ബിൻ ലാദനെ അട്ടബാബാദിൽ ഒളിപ്പിച്ചതും ഇപ്പോൾ US ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ ചരിത്രപരമായി ആശ്രയിക്കാനാവാത്ത സഖ്യരാജ്യമെന്ന് പാകിസ്ഥാനെ വിശേഷിപ്പിച്ച ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് വക്താവ് ബിൽ റോജിയോ ഇസ്ലാമാബാദിനെ കരുതലോടെ വേണം അമേരിക്ക നോക്കിക്കാണാൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകുന്നു. IRGCയുമായുള്ള അസിം മുനീറിന്റെ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ്. നിരവധി പേർ അമേരിക്കയിൽ നിന്ന് തന്നെ പാകിസ്ഥാനുമായുള്ള ട്രംപിന്റെ ചങ്ങാത്തം ചോദ്യം ചെയ്യുകയാണ്. മറുവശത്ത് ഇന്ത്യയെ ഇത് കൂടുതൽ പിണക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ട്രംപ് ഒരു കാരണവശാലും പാകിസ്ഥാനികളെ വിശ്വസിക്കരുത് എന്ന് റോജിയോയുടെ മുന്നറിയിപ്പ്. സമാധാന കരാർ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 3 ദിന ഇറാൻ സന്ദർശനം ശനിയാഴ്ച മുനീർ പൂർത്തിയാക്കി. അസിം മുനീറിന്റെ ഇറാൻ സന്ദർശനത്തെ പോലും സംശയത്തോടെയാണ് US ഇൻ്റലിജൻസ് നോക്കിക്കാണുന്നത്. 3 ദിവസത്തെ ടെഹ്റാൻ സന്ദർശന വേളയിൽ അദ്ദേഹം ഇറാന്റെ ഉന്നത നേതൃത്വത്തെയും സമാധാന ചർച്ചക്കാരെയുമൊക്കെ കണ്ടുവെന്ന് പാകിസ്ഥാൻ സൈനിക പ്രസ്താവനയിൽ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തിപരമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് അസിം മുനീർ.
ഇറാനിലെ രഹസ്യാന്വേഷണ സമൂഹത്തിലും ഇറാനിലെ സൈനിക ശ്രേണിയിലും ഇറാന്റെ നയതന്ത്ര വിഭാഗത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്ഷത്തും വ്യക്തിപരമായ ഒരു സമവാക്യം അയാൾ നിലനിർത്തുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അസിം മുനീറിനെ കൈകാര്യം ചെയ്യാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇറാൻ സന്ദർശിച്ച ആദ്യ വിദേശ നേതാവായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇറാന്റെ സൈനിക ശ്രേണിയുമായും അപൂർവമായ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇന്ത്യ പലപ്പോഴും വെല്ലുവിളിക്കാറുള്ള അസിം മുനീർ പിന്നീട് അമേരിക്കയുടെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ഇന്ത്യക്കെതിരെയുള്ള വിഷം പലപ്പോഴും അയാൾ കുത്തിവെച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചത് എന്ന ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായി അംഗീകരിച്ച് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളാണ് ആ ഘട്ടത്തിൽ അസിം മുനീർ നടത്തിയത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആണവയുദ്ധം ഞങ്ങൾ നിർത്തി എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ ആണവയുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുത്തു എന്ന വീമ്പ് പറച്ചിൽ പോലും ഒരു ഘട്ടത്തിൽ അസിം മുനീറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാന്റെ തലവനും വളരെ ആദരണീയനായ ഒരു ജനറലും എന്നൊക്കെയാണ് ട്രംപ് പലപ്പോഴും അസിം മുനീറിനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ അസിം മുനീറിനെ ഏറെ സംശയത്തോടെ ഇസ്രയേൽ നോക്കിക്കാണുന്നു. മൊസാദിന്റെ കണ്ണുകൾ എപ്പോഴും അസിം മുനീറിന് പിന്നാലെയുണ്ട് എന്ന് അമേരിക്ക പോലും കൃത്യതയോടെ വിശ്വസിക്കുന്നു. കാരണം അസിം മുനീറിനെ പൂർണ്ണ സംശയത്തോടെയാണ് തുടക്കം മുതൽ ഇസ്രയേൽ വീക്ഷിക്കുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലും പാകിസ്ഥാനും തമ്മിലുള്ള വാക്പോരാണ് ലോകം കണ്ടത്. അസിം മുനീറിനെ രൂക്ഷ ഭാഷയിൽ ഇസ്രയേൽ വിമർശിച്ചു. ഇസ്രയേലിനെ തകർക്കാനുള്ള തന്ത്രങ്ങൾ പാകിസ്ഥാൻ അണിയറയിൽ അണിയിച്ചൊരുക്കുമെന്നൊക്കെ ഇസ്രയേൽ എപ്പോഴും സംശയത്തോടെ നോക്കിക്കാണുന്നു. അസിം മുനീറിനെ മികച്ച പോരാളി, വളരെ പ്രധാനപ്പെട്ട വ്യക്തി, അസാധാരണ മനുഷ്യൻ എന്നിങ്ങനെയൊക്കെയാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം വിശേഷണങ്ങളെ അസഹിഷ്ണുതയോടെ ഇസ്രയേൽ നോക്കിക്കാണുന്നു. 2025 മെയ് മാസം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന 4 ദിന യുദ്ധം. ഇത്തരമൊരു സംഘർഷത്തിന് പിന്നിൽ അസിം മുനീറിന്റെ ഗൂഢാലോചനയായിരുന്നു എന്ന് വ്യക്തം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാക്കളടക്കം ആക്രമണത്തിൽ വധിക്കപ്പെട്ടു. അവരുടെ ശവസംസ്കാര ചടങ്ങിൽ അന്ന് അസിം മുനീർ നേരിട്ട് പങ്കെടുത്തുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഒരു കാലത്ത് അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ. പക്ഷെ പിന്നീട് ഭീകരതയുടെ പേരിൽ അമേരിക്ക അവരെ സംശയത്തോടെ നോക്കി. 2001 സെപ്റ്റംബർ 11 US-ൽ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് നാറ്റോയ്ക്ക് പുറത്തുള്ള ഒരു പ്രധാന സഖ്യകക്ഷിയായി പാകിസ്ഥാൻ മാറുകയായിരുന്നു. എന്നാൽ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നടത്തി എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞതോടെ പിന്നീട് സംശയത്തോടെ അമേരിക്കൻ നേതൃത്വം പാകിസ്ഥാനെ നോക്കിക്കണ്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ബന്ധം വഷളായി. തന്റെ ആദ്യ ഭരണകാലത്ത് പാകിസ്ഥാൻ US-ന് നുണകളും വഞ്ചനയും മാത്രം നൽകുന്ന ഒരു രാജ്യമെന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ പാകിസ്ഥാനെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത തന്ത്രപരമായ പങ്കാളി ചൈനയാണ്. അതുകൊണ്ട് തന്നെ പ്രതിലോമകരമായ ഒരു സാധ്യതയായി വാഷിംഗ്ടൺ പലപ്പോഴും പാകിസ്ഥാനെ കണ്ടു, ചൈനയ്ക്കെതിരെ തങ്ങളുടെ ഒരു അച്ചുതണ്ട് വളർത്താൻ. 2ാം തവണ അധികാരത്തിൽ വന്ന് വെറും 2 മാസം മാത്രം പിന്നിട്ടപ്പോൾ ട്രംപ് വ്യത്യസ്തമായ ഒരു നയതന്ത്രം പുറത്തെടുത്തു. അതാണ് പാകിസ്ഥാന്റെ അസിം മുനീറിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രം. 2021 ഓഗസ്റ്റിൽ കാബൂൾ വിമാനത്താവളത്തിൽ നടന്ന ആംബിഗേറ്റ് ബോംബാക്രമണത്തിലെ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് പാകിസ്ഥാനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US-ന്റെ അരാജകത്വ പിൻവാങ്ങലിനിടെ ആക്രമണത്തിൽ 13 US സൈനികരും ഡസൻ കണക്കിന് അഫ്ഗാൻ സിവിലിയന്മാരുമെന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഈ രാക്ഷസനെ പിടികൂടാൻ സഹായിച്ച പാകിസ്ഥാൻ സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് വീണ്ടും പാകിസ്ഥാനോടടുത്തത്. ഭീകരവിരുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു സഖ്യകക്ഷിയെ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. അടുത്ത കാലത്തായി ഇന്ത്യയെ ചേർത്ത് പിടിച്ചിരുന്ന അമേരിക്ക പിന്നീട് പാകിസ്ഥാനെ അഫ്ഗാൻ പിൻവാങ്ങലിന് ശേഷമാണ് കൂടുതൽ സഖ്യ പങ്കാളിയായി അടുപ്പിച്ചത്. ഫീൽഡ് മാർഷൽ ഒരു നയതന്ത്രജ്ഞനായി ഉയർന്നു വന്നു എന്നായിരുന്നു ട്രംപിന്റെ കണ്ടെത്തൽ. ഫീൽഡ് മാർഷൽ അസിം മുനീറിലൂടെ പാകിസ്ഥാൻ പശ്ചിമേഷ്യയിലുടനീളമുള്ള ബന്ധങ്ങൾ സന്തുലിതമാക്കാൻ ശ്രമിച്ചു. ഗൾഫ് രാജ്യവാഴ്ച രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുകയും ഇറാനുമായി ഇടപഴകുകയും ചെയ്തു. മതപരമായി ഏറെ വിശ്വാസിയാണ് അസിം മുനീർ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങൾക്ക് പിന്നിലും മതത്തിൻ്റെ സ്വാധീനമുണ്ട്. അമേരിക്കയിലെ ചില യുദ്ധവിദഗ്ധർ ഇതുകൊണ്ട് തന്നെ അസിം മുനീറിനോട് ട്രംപ് അടുക്കുമ്പോൾ സൂക്ഷ്മത വേണം എന്ന് പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട്. യുദ്ധവെറിയനായ ഈ സൈനിക മേധാവി പലപ്പോഴും രാജ്യസുരക്ഷയെ തൻ്റെ വ്യക്തി താൽപ്പര്യങ്ങൾക്കായി ബലി കഴിച്ചു. ഫാസ്റ്റ് ബൗളറായിരുന്നു കൗമാരകാലത്ത് സയ്യിദ് അസിം മുനീർ. പിന്നീട് വേഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളുടെ പേരിൽ അയാൾ പ്രശസ്തനായി. എന്നാൽ പലപ്പോഴും അയാളുടെ തീരുമാനങ്ങൾ രാജ്യത്തെ പ്രതിസന്ധിയിലാഴ്ത്തി. പാകിസ്ഥാൻ ചെന്നുപെട്ട കുരുക്കുകൾ പിന്നീട് അസംഖ്യമാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ വിട്ടുവീഴ്ചയില്ലായ്മയാണ് അസിം മുനീറിനെ പാകിസ്ഥാനിലെ ഒരു കൂട്ടർക്ക് വലിയ ഹീറോ ആയ പരിവേഷമുണ്ടാക്കാൻ ഇടവരുത്തിയത്. റാവൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സയ്യിദ് സർവാർ മുനീറിൻ്റെ മകനായി ജനിച്ച അസിം മുനീർ കടുത്ത യാഥാസ്ഥിതികനാണ്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധ ഭീകരവാദികളെ അയാൾ ഒപ്പം കൂട്ടി. പാകിസ്ഥാന്റെ കടിഞ്ഞാൺ പിടിച്ചെടുക്കാൻ പലവട്ടം ശ്രമങ്ങൾ തുടർന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് തെല്ലും ശക്തിയില്ലാത്ത പാകിസ്ഥാനിൽ ഒരു സൈനിക മേധാവി എന്ന നിലയിൽ അസിം മുനീർ ഇപ്പോൾ അതിശക്തനാണ്. എല്ലാറ്റിനുമൊടുവിൽ ഇറാൻ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥ വേഷം കെട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്ലാമാബാദിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ അസിം മുനീർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.